സർവശക്തനായ ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ മനോഹര പ്രഭാതത്തിനായി നിങ്ങൾ നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കർത്താവെ തന്നെ ആരാധിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ഒരുക്കുന്ന ഈ വലിയ അവസരത്തിൽ നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു. അങ്ങയുടെ ആലയത്തിൽ നിങ്ങൾ കർത്താവെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ സ്തുതിപ്പാനും ഈ പ്രഭാതത്തിൽ നീ ഞങ്ങൾക്ക് അവസരം നൽകുന്നതിന് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവെ ആരാധനയ്ക്ക് നീ എഴുന്നള്ളേറണമേ. ആദ്യം മുതൽ അവസാനം വരെ അങ്ങയുടെ തിരുനാമ മഹത്വത്തിനായ കർത്താവെ അങ്ങയെ ആരാധിപ്പാൻ, അങ്ങയുടെ തിരുസാന്നിധ്യം കണ്ട് തിരിച്ചറിഞ്ഞ് കർത്താവിനെ സ്തുതിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിങ്ങളോട് കൂടെ ഇരിക്കണം. പ്രാർത്ഥനകളുടേതായ സ്തോത്രം ക്രിസ്തുയേശുവിന്റെ തുല്യനാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമ മഹത്വത്തിനായി ആരാധനയുടെ ആരംഭത്തിനായി ക്രിസ്തീയ ഗീതങ്ങളിൽ 352 ഗീതം, ഗീതം 352. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകലാഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാനും നിന്റെ പരിശുദ്ധ നാമയോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. Oh
ചരിത്രം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം. അതായത് നിന്റെ കൂട്ടുകാരനെ ഇതിനെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായ വേറെ കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധവചനം കേൾക്കുവാനും കർത്താവിന്റെ ശരീരങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടൂത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ഞാനായും താല്പര്യമായി മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരുടെ പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാനവരുടെ വിശുദ്ധ വഴികളിൽ കൂടെ നടന്നുകൊണ്ടു പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം അവരോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു. ദൈവത്തിന്റെ കൃപാവഴികൾക്കും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തുവിന്റെ കാര്യത്തിൽ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും നിങ്ങളിലേക്ക് തിരികെയും ഞങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ചു ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. പെന്തക്കോസ്തിന് ശേഷം 19ാം ഞായറാഴ്ചത്തേക്കുള്ള അപേക്ഷയും വേദഭാഗങ്ങളും കരുണാലയം ന്യായ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. സ്നേഹിക്കുകയും ഓരോ ജീവിതത്തെയും കൃപയോടെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങൾ
കരയേറ്റുന്നു. ബലഹീനരും പീഡിപ്പിക്കപ്പെടുന്നതും അപമാനിക്കപ്പെടുന്നതും ഏകാന്തത അനുഭവിക്കുന്നവരും ശാരീരികമായി വെല്ലുവിളികൾ നേരിടുന്നവരുടെ മേൽ അങ്ങയുടെ കൃപ ചൊരിയണമേ. എൻ്റെ ലോക ജീവിതത്തിലൂടെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ അന്തസ്സം സ്ഥാപിച്ച പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങൾ അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. വേദഭാഗങ്ങൾ ഈ സമയം വായിച്ചു കേൾക്കാം. ഒന്നാം വേദഭാഗം പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 17 വരെ ഉള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 17 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ കേൾപ്പീൻ. മോശെ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെ നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ സാമർഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു. അതിന് യഹോവ അവനോട്, മനുഷ്യന് വാകൊടുത്തതാർ? അല്ല ഓമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാർ? യഹോവയെ ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരുമെന്ന് അരുളി ചെയ്തു. എന്നാൽ അവൻ, കർത്താവെ, നിനക്ക് ബോധിച്ച് മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളി ചെയ്തത്, ലേവ്യനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ? അവനെ നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ട് വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. നീ അവനോട് സംസാരിച്ച് അവനെ വാക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിന്റെ വായോടും അവൻ്റെ വായോടും കൂടെ ഇരിക്കും. നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഉപദേശിച്ചു തരും. നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും. അവൻ നിനക്ക് വായ് ആയിരിക്കും, നീ അവന് ദൈവം ആയിരിക്കും. അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക. ഇവിടെ 1-ാം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 37-1 മുതൽ 13 വരെ. സങ്കീർത്തനം 37-1 മുതൽ 13 വരെ. ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്തുകാർക്ക് വിശ്വസ്തത ആചരിക്കുക. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനെ പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. ദുഷ്പ്രവൃത്തിക്കാർ ഛേദിക്കപ്പെടും. യഹോവയെ പ്രത്യാശിക്കുന്നവരോടും ഭൂമിയെ കൈവശമാക്കുന്നു. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും.
ചേർന്ന് വായിക്കാം. കർത്താവ് അവനെ നോക്കി ചിരിക്കുകയും അവൻ്റെ ദിവസം വരുന്നില്ല എന്ന് അവൻ കാണുന്നു. രണ്ടാം വേദഭാഗം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 12 അധ്യായം 1 മുതൽ 10 വരെയുള്ള ദൈവവചനങ്ങളെ കേൾവി. 2 കൊരിന്ത്യർ 12 അധ്യായം 1 മുതൽ 10 വരെ. പ്രശംസിക്കുന്ന പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപാടുകളെയും കുറിച്ച് പറയാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പരദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിക്കാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതകൾ അല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. ഞാൻ പ്രശംസിപ്പാൻ വിചാരിച്ചാലും മൂഢനാകുകയില്ല. സത്യമല്ലോ പറയുന്നത്. എങ്കിലും എന്നെ കാണുന്നതിനും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെക്കുറിച്ച് നിരൂപിക്കരുത് എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കരുതുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകൾ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഇവിടെ 2-ാം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിപ്പേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെ. അതിനുശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥസ്ദ എന്ന് എബ്രായ പേരുള്ളൊരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ
എന്നിങ്ങനെ വലിയ കൂട്ടം വെള്ളത്തിന് ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തിൽ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കാം എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. വായിപ്പാൻ നിശ്ചയിച്ച സുവിശേഷ വേലഭാഗം വായിച്ച് അവസാനിക്കുന്നു. വചനാധ്യാനത്തിന് മുമ്പായി ജ്ഞാനകീർത്തനങ്ങളിൽ 232 കീർത്തനം. ജ്ഞാനകീർത്തനങ്ങളിൽ 232. Jesus, baby,
മക്കളും അവകാശികളുമായി ഞങ്ങളെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ നേർന്നിരിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാ ബലഹീനതകളും തിരിഞ്ഞു വരുന്ന അങ്ങയുടെ കൃപ അനുഭവിച്ച് ഈ ലോകത്തെ കർത്താവെ അങ്ങയുടെ കൃപയുടെ പാത്രങ്ങളായി നിൽക്കുവാൻ നീ ഞങ്ങൾക്ക് നൽകിയ അവകാശത്തിന് നന്ദിയോടെ നിന്ന് വാഴ്ത്തുന്നു. എൻ്റെ ആലയത്തിൽ കർത്താവെ ഞങ്ങൾ കൂടിയിരിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു. നിന്റെ ദിവ്യമായ വചനങ്ങളിൽ നിന്ന് കർത്താവെ ഞങ്ങൾ ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ദിവ്യ സന്ദേശം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം. കർത്താവെ ഭവനങ്ങളിലായിരിക്കും ഞങ്ങളുടെ പ്രിയമുള്ളവരെയും ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ നീ ആശീർവദിച്ച് നിന്റെ വചനത്താൽ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ സമർപ്പിക്കുന്നു, നീ വാഴ്ത്തണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെന്തക്കോസ്തിന് ശേഷം 19ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് കരുണാലയം ഞായർ ആയിട്ടാണ് CSI കൊച്ചിൻ മഹായിടവക ആഘോഷിക്കുന്നത്. വ്യത്യസ്ത കഴിവുള്ളവരെ കരുതുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യുന്നതിനുള്ള ആവശ്യകതയെക്കുറിച്ച് സഭയെ ദൈവത്തെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഇപ്രകാരമുള്ള ആരാധന ക്രമീകരിച്ചിരിക്കുന്നത്. സാങ്ക്ടിറ്റി ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പവിത്രത, പരിപാവനത, അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ, അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, ബലഹീനതയിൽ, ശാരീരിക മാനസിക ബലഹീനതയിൽ കുറവുകളെ കണ്ടെത്താതെ അതിൻ്റെ ബലഹീനമായിരിക്കുന്ന അനുഭവങ്ങളുള്ളവരെ സഹായിക്കുകയും അവരോട് കരുണ കാണിക്കുകയും ഒക്കെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സഭയെ ദൈവജനത്തെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഇപ്രകാരമുള്ള ഞായർ ആഘോഷിക്കുന്നത്. വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് സഭ ഇപ്രകാരം ഒരു ഞായറാഴ്ച അതിനുവേണ്ടി വേർതിരിച്ചിരിക്കുന്നത്. ഡിസബിലിറ്റി അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ളവരെ അംഗീകരിക്കാനും സ്നേഹിക്കാനും അവരെ കരുതുവാനും ഒക്കെ ദൈവജനം എന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിനാണ് ഇപ്രകാരം ആഘോഷിക്കുന്ന ഒക്ടോബർ മാസം 14 തീയതി ഞായറാഴ്ച അതിനായിട്ട് കൊച്ചിൻ മഹായിടവക മാറ്റിവെച്ചിട്ടുണ്ട്. CSI സഭ മുഴുവനുമായും ഒക്ടോബർ മാസം 11 തീയതി ഒരു പ്രത്യേക അനുഭവത്തിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. ഡിസംബർ മാസം 3 തീയതി ഇൻ്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആയിട്ട് ആഘോഷിക്കുന്നുണ്ട്. CSI സെനറ്റിൻ്റെ ദിശ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ഡിസബിലിറ്റി ഇൻ്റർവെൻഷൻ ഓൺ സോളിഡാരിറ്റി ആൻഡ് ഹോളിസ്റ്റിക് അക്കോമ്പനിമെൻറ്റ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഈ പ്രസ്ഥാനത്തിൻ്റെ, ഈ പ്രൊജക്റ്റിൻ്റെ കീഴിൽ പല സ്ഥാപനങ്ങളും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. കേരളത്തിന് പുറത്ത് ധാരാളം സ്ഥാപനങ്ങളുണ്ട്. കർണാടകത്തിലും തമിഴ്നാട്ടിലും മാത്രമായി 4 പ്രത്യേക സ്ഥാപനങ്ങൾ ഈ പ്രൊജക്റ്റിന് അനുബന്ധിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളുള്ളവരെ, ശാരീരികമായും മാനസികമായും പ്രതിസന്ധികൾ നേരിടുന്നവരെ സഹായിക്കുന്നതിന്, അവരെ വളർത്തുന്നതിന്, സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിലനിർത്തുന്നതിന് ആവശ്യമായ നേതൃത്വം കൊടുക്കുന്നതിനൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ കൊച്ചിൻ മഹായിടവകയിലും 2 പ്രധാന സ്ഥാപനങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. സ്കൂൾ ഫോർ ഡെഫ് സ്നേഹാലയം കുന്നംകുളം, അതുപോലെ സ്കൂൾ ഫോർ ഇൻ്റലക്ച്വലി ചലഞ്ച് ചിൽഡ്രൻ സ്നേഹാലയം കരുണാലയം ആലുവ. ഈ 2 സ്ഥാപനങ്ങളാണ് കൊച്ചിൻ മഹായിടവകയുടെ കീഴിലുള്ളത്. ഇന്നത്തെ നമ്മുടെ ഓഫർട്രി ഈ പ്രവർത്തനങ്ങൾക്കായിട്ട് മാറ്റിവെക്കുന്നതാണ് എന്നുകൂടെ ഞാൻ അറിയിക്കട്ടെ. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഇതുപോലുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നിങ്ങളുടെ ഔദാര്യമായ ദാനങ്ങളെ നൽകണമേ എന്ന് ഞാൻ ഒരു മധ്യത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. ഈ വിഷയത്തോടനുബന്ധിച്ച് ചില ചിന്തകളാണ് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 17 വരെ, സങ്കീർത്തനങ്ങളിൽ 37-ാമത്തെ അധ്യായം, പുതിയ നിയമവേദഭാഗത്തിൽ നിന്ന് 2 കൊരിന്ത്യർ 12-ാം അധ്യായം 1 മുതൽ 10 വരെ, സുവിശേഷം യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചിന്തിക്കുവാനായിട്ട് വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എല്ലാ ജീവനുകളും, എല്ലാ മനുഷ്യജീവിതങ്ങളും ദൈവത്തിൻ്റെ മുൻപിൽ മൂല്യമുള്ളതാണ്, തുല്യരാണ് എന്ന്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്ന കാര്യമാണ്. മനുഷ്യൻ്റെ ഏത് അവസ്ഥയായിരുന്നാലും, ഏത് അനുഭവമായിരുന്നാലും ദൈവത്തിന് മുൻപിൽ ഒരേ മൂല്യമുള്ളതാണ്.
തുല്യരുമാണ് എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ, ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ മകുടമായ മനുഷ്യൻ ദൂതന്മാരേക്കാൾ അല്പം മാത്രം താഴ്ന്ന്, ദൈവത്തിനേക്കാൾ അല്പം മാത്രം താഴ്ത്തി ദൈവിക രൂപ സാദൃശ്യങ്ങളോടെ, കഴിവുകളോടെ, താലന്തുകളോടെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള കഴിവുകളും താലന്തുകളും അല്ല നൽകിയത് എന്ന് നമുക്കെല്ലാം അറിയാം. സൃഷ്ടിക്കപ്പെട്ട സകല മനുഷ്യരും രൂപഭാവങ്ങളിൽ വ്യത്യാസമുള്ളവരാണ്. എന്നാൽ കഴിവുകളും ബലഹീനതകളും ഉള്ളവരായിട്ട് മനുഷ്യനെ വേർതിരിക്കുവാൻ പാടുള്ളതല്ല. കഴിവുള്ളവരായി കഴിവുകളില്ലാത്തവരുമായി മനുഷ്യനെ വേർതിരിക്കുവാൻ പാടുള്ളതല്ല. മനുഷ്യൻ ദൈവത്തിന് മുൻപിൽ തുല്യരാണെന്ന വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ ലോകത്തിൽ ശാരീരികമായോ മാനസികമായോ ബലഹീനതകളുള്ള മനുഷ്യർ, അത്തരത്തിൽ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ മറ്റുള്ളവർക്ക് വലിയ ഭാരമാണ് എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ലോകത്തേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും കൂടുതലായി പരിചരിക്കുവാനും സാന്ത്വനിപ്പിക്കുവാനുമൊക്കെ വളരെയധികം പണച്ചെലവുള്ള ഒരു കാര്യമായിട്ട് ഇന്ന് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സാമ്പത്തികമായ പിന്നാക്കാവസ്ഥയിലുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള മനുഷ്യരെ സ്വന്തം ഭവനങ്ങളിലാണെങ്കിൽ പോലും വേണ്ടിയ രീതിയിൽ കരുതുവാനും അവരെ പരിചരിപ്പാനും പലപ്പോഴും സാധിക്കാതെ പോകുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഒന്നാമത്തെ കാര്യം, ദൈവം മുൻപാകെ അല്ലെങ്കിൽ ദൈവ മുഖപക്ഷത്തോടെ ദൈവം മുൻപാകെ സകലരും തുല്യരാണ്. ദൈവത്തിന് മുൻപിൽ മുഖപക്ഷമില്ല, എല്ലാവരും തുല്യരാണ് എന്ന ചിന്ത ഒന്നാമതായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഈ ഒരു സന്ദേശമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമാകേണ്ടത്. വ്യത്യസ്ത കഴിവുകളും വ്യത്യസ്തമായിട്ടുള്ള പ്രതിസന്ധികളും ഒക്കെ നേരിടുന്ന മനുഷ്യർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുവാനായിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ മുൻപിൽ ഉണ്ടാകേണ്ട ഒന്നാമത്തെ ചിന്ത, ദൈവം മുൻപാകെ അവരും നമ്മളും തുല്യരാണ് എന്ന ചിന്ത ഒന്നാമതായിട്ട് ഉണ്ടാകേണ്ടത്. ഞാൻ ആരാണ്, നാം ഓരോരുത്തരും ആരാണ്, മനുഷ്യരാരാണ് എന്ന ചോദ്യം ഈ പശ്ചാത്തലത്തിൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നൊന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ ഒന്ന് ശ്രമിക്കുകയാണ്. നാം ആരാണ് എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വേദപുസ്തകം ഇതിന് വളരെ മനോഹരമായ ഉത്തരം നൽകുന്നുണ്ട്. ഈ ലോകത്ത് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായ തൃപ്തികരമായ ഉത്തരം ഞാൻ ആര്, മനുഷ്യരാര് എന്നുള്ള ചോദ്യത്തിന് നൽകുന്നു. അവിടെ പറയുന്നു, നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്ന്. ദൈവത്തിൻ്റെ കരവിരുതാണ് നാം ഓരോരുത്തരും എന്ന് വ്യക്തമായിട്ട് ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകി. എൻ്റെ സൃഷ്ടിതാവ് ദൈവമാണ്. ഞാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്, ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത്, ഞാൻ ഇവിടെ നിന്ന് കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമാണ് എന്ന് ഇവിടെ വലിയ ചിന്ത നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഈ പ്രപഞ്ചത്തിൽ ഇവിടെയുള്ള സകല ചരാചരങ്ങളും, ഈ പ്രപഞ്ചത്തിലെ സകല കോടാനുകോടി നക്ഷത്രങ്ങളും സൂര്യചന്ദ്രന്മാരും ഒക്കെയും ദൈവത്തിൻ്റെ സൃഷ്ടികളായിരിക്കെ ഞാൻ അതിൻ്റെ മുൻപിൽ എത്ര നിസ്സാരനാണെന്ന് സങ്കീർത്തനം 8 നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വളരെ നിസ്സാരനായ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ അല്ലെങ്കിൽ ഞാൻ. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ ഇവിടെയുള്ള സകല ചരാചരങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ സൃഷ്ടികൾ മറ്റ് സൃഷ്ടികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തിന് ഈ സൃഷ്ടികളുടെ മുൻപിൽ എത്ര നിസ്സാരനാണ്, എത്ര ചെറുതാണ് എന്ന് 8-ാം സങ്കീർത്തനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവൻ ദൈവത്തെക്കാൾ, ആ സങ്കീർത്തനത്തിൽ 8-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി ബഹുമാനവും തേജസ്സും അണിയിച്ച് നമ്മെ നിർത്തിയിരിക്കുന്നു എന്ന്, മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നു എന്ന് 8-ാം സങ്കീർത്തനത്തിൽ പറയുന്നു. ഒന്നാമത് നമ്മൾ കണ്ടു, ദൈവത്തിന് മുൻപിൽ നമ്മളെല്ലാവരും തുല്യനാണ്. ഏത് ശാരീരിക, മാനസിക ബലഹീനതകളോ വൈകല്യങ്ങളോ പൂർണ്ണതയോ ഉള്ളോ ആരുമാകട്ടെ ദൈവത്തിൻ്റെ മുൻപിൽ നാം തുല്യരാണ്. കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. രണ്ടാമത്, ദൈവം നമ്മെ ബഹുമാനവും തേജസ്സും അണിയിച്ച് നിർമ്മിച്ചിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മെ ബഹുമാനവും തേജസ്സും ഉള്ളവരായി സൃഷ്ടിച്ചിരിക്കുന്നു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. 1-ാം സങ്കീർത്തനത്തിൽ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നു, മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നിരിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ബഹുമാനവും തേജസ്സുമുള്ളവനായിട്ടാണ്. ഒന്നാമത്
ദൈവം സകല മനുഷ്യരെയും ഏത് അവസ്ഥയിലുള്ളവരാണ്, ഏത് അനുഭവമുള്ളവരാണ് ദൈവമുണ്ടാകെ തുല്യരായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. 2, ബഹുമാനവും തേജസ്സുമുള്ളവരായി സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ഭാവത്തിൻ്റെ ഭാഗമായ തേജസ് അത് മനുഷ്യന് നൽകി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. രൂപവും ഭാവവും നൽകി അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ അംശവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്ന അനുഭവം, ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞ മനുഷ്യനെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്. 8-ാം സങ്കീർത്തനത്തിൽ ദൈവം മനുഷ്യനെ ബഹുമാനവും തേജസ്സും ഉള്ളവനായിട്ട് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ലോകത്തിൽ ലോക സംഭവങ്ങളും ചരിത്ര സംഭവങ്ങളും ഈ ലോകത്ത് നടന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയുമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്നത് മനുഷ്യൻ്റെ സ്വഭാവത്തെയാണ് അവിടെ വെളിപ്പെട്ട് വരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ലോക സംഭവങ്ങൾ ഏതുമാകട്ടെ, ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും പിന്നിൽ വെളിപ്പെട്ട് വരുന്നത് മനുഷ്യൻ്റെ സ്വഭാവത്തെയാണ് എന്നുള്ളതാണ്. ലോക സംഭവങ്ങളിലേക്ക് നോക്കുമ്പോൾ, ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ, നമ്മൾ ലോകത്ത് ചുറ്റും നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തെയാണ് വെളിപ്പെട്ട് വരുന്നത് എന്നും അവിടെ കാണും. ലോകത്തേക്ക് നോക്കുമ്പോൾ മനുഷ്യന്റെ സ്വഭാവത്തെ കാണുവാൻ കഴിയുന്നു. വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ ദൈവികമായ ഉദ്ദേശം, മനുഷ്യനെ കുറിച്ചുള്ള ദൈവികമായ ഉദ്ദേശം അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. 2 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. 1, സകല മനുഷ്യരും ദൈവത്തിന് മുമ്പിൽ തുല്യരാണ്. 2, ദൈവം നമ്മെ ബഹുമാനവും തേജസ്സുമുള്ളവനായി നിർമ്മിച്ചിരിക്കുന്നുവെന്ന്. ഏത് മനുഷ്യനാണെങ്കിലും ഏത് സ്വഭാവമുള്ളവനാണെങ്കിലും ദൈവം നമ്മെ ബഹുമാനവും തേജസ്സുമുള്ളവനായി നിർമ്മിച്ചിരിക്കുന്നു എന്ന്. ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പാപം എന്ന അനുഭവം കടന്നു വന്നപ്പോൾ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്ന അനുഭവവും മനുഷ്യന്റെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം മനുഷ്യനെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ഒരു മാനുഷികമായ രൂപമുണ്ട്, ഭാവമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ദൈവത്തിന്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവ തേജസ്സോടുകൂടെയും എന്ന് പറയുന്ന ഒരു രൂപം, ആ രൂപത്തിന്റെ ദർശിക്കുവാൻ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഭാവമാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പൊ ദൈവം മനുഷ്യനെ കുറിച്ച് ഉദ്ദേശിക്കുന്ന യഥാർത്ഥമായ മാനുഷികമായ രൂപം, അവന്റെ ഭാവം, അവന്റെ മൂല്യങ്ങൾ യേശു ക്രിസ്തുവിൽ ദർശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. യേശു ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് കാണിച്ചു തന്ന ഈ പൂർണ്ണതയുള്ള മാനുഷികമായ അനുഭവം യേശു ക്രിസ്തുവിൽ, ഈ യേശു ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ ഒരു ന്യൂ ഹ്യൂമാനിറ്റി, പുതു സൃഷ്ടിയായി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നും നാം ഓരോരുത്തരും യേശു ക്രിസ്തുവിലൂടെ പുതു സൃഷ്ടിയായിട്ട് തീരണം. അവിടെ തേജസ്സിൻ്റെ അനുഭവമുണ്ട്, പാപത്തിൻ്റെ അനുഭവമില്ല, ദൈവത്തിൻ്റെ രൂപമുണ്ട്, സദൃശ്യമുണ്ട്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനുമാണ്. അപ്പൊ നാം ഓരോരുത്തരും യേശു ക്രിസ്തുവിലൂടെ ഈ പുതു സൃഷ്ടിയായി തീരുവാൻ സാധിക്കണം എന്നുള്ളതാണ് വേദപുസ്തകം മുൻപിലോട്ട് വയ്ക്കുന്നതായിട്ടുള്ള ദർശനം എന്ന് പറയുന്നത്. നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് യേശു ക്രിസ്തുവിലുള്ളവരെ അവൻ പുതു സൃഷ്ടിയാക്കി തീർക്കുന്നു. സോ ഇഫ് എനിവൺ ഈസ് ഇൻ ക്രൈസ്റ്റ്, there is a new creation. Everything all has passed away. See, everything has become new. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാമത്തെ വാക്യം. ക്രിസ്തുവിൽ ആയിത്തീരുക. ഇതാ ഞാൻ പറഞ്ഞത്, ദൈവം ഒരു മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും ഉന്നതമായ ഭാവം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ഈ യേശു ക്രിസ്തുവിലൂടെയാണ് നമ്മെ പുതു സൃഷ്ടിയായി, പുതുജനമായി തീർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പല പേരുകൾ അതിന് പറയുന്നുണ്ട്. പുതിയ യെരൂശലേം എന്ന് പറയുന്നുണ്ട്, ദൈവരാജ്യം എന്ന് പറയുന്നുണ്ട്, ദൈവജനമെന്ന് പറയുന്നുണ്ട്. ഈ അനുഭവത്തിലേക്ക് നാം കടന്നു പോകണം. ഒരുവൻ യേശു ക്രിസ്തുവിലായാൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. ഇതിനെ പറയും ദൈവിക ഭാവമുള്ളവരായി തീരുക. ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടാവുക എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്രിസ്തുവിലായി തീരുക, ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി തീരുക.
എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാകുന്നത് എന്ന് ഇവിടെ നാം കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാണ്. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു, നാം ഏതനുഭവത്തിൽ നിൽക്കുന്നു, ഏതനുഭവത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുവാനായിട്ട് ശ്രമിച്ചത്. പ്രിയമുള്ളവരെ, നാം സ്വാഭാവികമായിട്ടും ബലഹീനതയുള്ളവരെ ബലഹീനൻ എന്നുള്ള മനോഭാവത്തിനാണ് കാണാറുള്ളത്. ശാരീരികമായ വൈകല്യങ്ങളുള്ളവരെയാണെങ്കിലും മാനസികമായ പ്രതിസന്ധികൾ നേരിടുന്നവരെയാണെങ്കിലും അത്തരത്തിൽ അപൂർണരാണ് എന്ന് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇവിടെ വചനം വളരെ വ്യക്തമായി പറയുന്നു, ഞാനും നിങ്ങളും അപൂർണരാണ് എന്ന്. ഞാനും നിങ്ങൾ ദൈവത്തിന് മുൻപിൽ അപൂർണരാണെന്ന് വളരെ വ്യക്തമായിട്ട് വചനം വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. എങ്ങനെ നാം അപൂർണരായിരുന്നു? ദൈവീക ഭാവം നമ്മളിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ക്രിസ്തുവിൽ നാം ആയിരിക്കുന്നുവോ? ക്രിസ്തുവിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ ദൈവഭാവമുള്ളവരാണ്, ക്രിസ്തുവിന്റെ ഭാവമുള്ളവരാണ്. ക്രിസ്തുവിന്റെ ഭാവമുള്ളവരാണെങ്കിൽ അതാണ് ദൈവം നമ്മെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നതായുള്ള അനുഭവം. ബാക്കിയൊക്കെ അപൂർണങ്ങളാണ് എന്നുള്ളതാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവമുൻപാകെ നാം ഓരോരുത്തരും അപൂർണരാണ്, പൂർണ്ണതയില്ലാത്തവരാണെന്ന് സമ്മതിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഈ മാറ്റത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഞാൻ സമ്മതിക്കുന്നു, ഞാൻ അപൂർണനാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവമുൻപിലേക്ക്, ദൈവിക ഭാവത്തിലേക്ക്, ഈ പറയുന്ന ദൈവം ആഗ്രഹിക്കുന്ന മാനുഷികമായ ദൈവികമായ അനുഭവത്തിലേക്ക് ഉയരുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കുക. നാം എല്ലാവരും, എല്ലാ പ്രിയപ്പെട്ടവരും ദൈവിക ഭാവം ഉള്ളവരാണോ എന്ന് നമുക്ക് ഉത്തരം പറയുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി തന്നെ പറയുവാനായിട്ട് സാധിക്കും. കാരണം നാം കണ്ടു, മനുഷ്യൻ പാപം ചെയ്ത ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നിരിക്കുന്നു. നാം ഓരോരുത്തരും പാപത്തിൻ്റെ അനുഭവത്തിൽ, ജീവിതത്തെ ഗ്രസിച്ച പാപത്തിൻ്റെ അനുഭവത്താൽ ദൈവത്തിൽ നിന്ന് വീണുപോയവരാണ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിലൂടെ ഒരു വീണ്ടെടുപ്പ് സാധ്യമാണ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കും. യേശു ക്രിസ്തുവിലൂടെ ഈ പാപത്തിൻ്റെ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി ദൈവം ആഗ്രഹിക്കുന്ന അനുഭവത്തിലേക്ക് വളരുവാൻ നാം സാധിക്കും എന്ന് നാം മനസ്സിലാക്കട്ടെ. 2 കൊരിന്ത്യർ 12-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലെ ഒരു ബലഹീനതയെക്കുറിച്ച് പറയുന്നു. എന്ത് തരം ബലഹീനതയായിരുന്നു എന്ന് അവിടെ വ്യക്തമാക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ശൂലമുണ്ട്. ദൈവം തന്റെ ദൂതനെ സാത്താനെ എന്നെ കുത്തുവാനായിട്ട് അയച്ചിരിക്കുന്നു. ആ പ്രയാസം എപ്പോഴും എന്നിലുണ്ട് എന്ന് പൗലോസ് പറയുന്നുണ്ട്. 3 പ്രാവശ്യം ഈ ബലഹീനത മാറ്റുവാൻ പൗലോസ് ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട്. സൗഖ്യം നൽകുവാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ മറുപടി എന്ന് പറയുന്നത് എൻ്റെ കൃപ നിനക്ക് മതി എന്നുള്ളതായി. ഇവിടെ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദാസന്റെ ഈ പ്രാർത്ഥന, ഈ വിടുതലിനായുള്ള ഇവന്റെ യാചന കേൾക്കാതിരുന്നത്? പൗലോസ് എന്ന് പറയുന്ന മഹാനായ ഈ മനുഷ്യൻ, പൗലോസിന്റെ ജീവിതത്തിന്റെ പ്രസക്തി വളരെ വലുതാണെന്ന് ആ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഓരോ അധ്യായത്തിൽ നിന്നുള്ള സംഭവങ്ങളിലും അവിടെയുള്ള ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ ദൈവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ട് ഏൽക്കേണ്ടി വന്ന കഷ്ടതകളുടെ വലിയ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രകൃതിയിൽ നിന്ന് ഏൽക്കേണ്ടി വന്നതായിട്ടുള്ള ആപത്തുകളുടെ വലിയ കണക്ക് കൊടുത്തിട്ടുണ്ട്. കള്ളന്മാരുടെ കൈകളാലുള്ള പീഡനങ്ങളെക്കുറിച്ച്, അപകടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. രാജാക്കന്മാരും നാടുവാഴികളും നൽകിയ ദണ്ഡനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വിശ്വാസികളല്ലാത്ത മനുഷ്യർക്ക് അവർ ഏൽപ്പിച്ചതായിട്ടുള്ള മുറിവുകളെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വന്തക്കാർ, സ്വന്തജനം, തൻ്റെ വേലയിലൂടെ ദൈവത്തിലേക്ക് കടന്നു വന്നവർ നിമിത്തം താൻ ഏൽക്കേണ്ടി വന്ന കഷ്ടതകളെക്കുറിച്ച്, സങ്കടങ്ങളെക്കുറിച്ച്, പീഡകളെക്കുറിച്ച്, മാനസികമായ സംഘർഷങ്ങളെക്കുറിച്ച്, ഞെരുക്കങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നു. പട്ടിണിയെക്കുറിച്ച് പറയുന്നുണ്ട്, പീഡനങ്ങളെക്കുറിച്ച്, കാരാഗ്രഹത്തിന്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ധാരാളം കഷ്ടതകൾ ഏൽക്കേണ്ടി വന്നതായിട്ടുള്ള ഈ മനുഷ്യൻ, അവൻ്റെ ചെറിയ ഒരു അപേക്ഷയായിരുന്നു അവൻ്റെ ജീവിതത്തിൽ അവനെ കുത്തുന്നതായിട്ടുള്ള ശൂലത്തെ ഒന്ന് മാറ്റിക്കൊടുക്കണമെന്ന അപേക്ഷ. എന്നാൽ എന്തുകൊണ്ടാണ് ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കാതിരുന്നത് എന്നത് വലിയൊരു ചോദ്യമാണ്. അവിടെ പറയുന്നുണ്ട്, അവൻ 3 പ്രാവശ്യം ചോദിച്ചു,
അതിന് മറുപടിയായിട്ട് 3-ാം പ്രാവശ്യം ദൈവം അവന് നൽകുന്നത് എൻ്റെ കൃപ നിനക്ക് മതി എന്നുള്ളതാണ്. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുകയാണ്, അവൻ്റെ ജീവിതത്തിൽ നിന്ന് കഷ്ടതകൾ അവൻ നീക്കിയായിരുന്നെങ്കിൽ, ഈ വേദന അവൻ്റെ ജീവിതത്തിൽ നീക്കിയായിരുന്നെങ്കിൽ അവൻ ഒരുപക്ഷെ ഒരു പടി കൂടെ ഉയർന്ന് കുറേ കൂടെ കൂടുതൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തിയോടെ അവൻ ഇറങ്ങി പുറപ്പെടുകയില്ലായിരുന്നോ എന്ന ഒരു സംശയം. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള രോഗങ്ങളും ബലഹീനതകളും കഷ്ടതകളും നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അലട്ടുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നതായിട്ടൊരു ചോദ്യമാണ്. അതിന് ദൈവം തരുന്നതായിട്ടുള്ള മറുപടി ഇവിടെ പൗലോസിന് കൊടുത്തതായിട്ടുള്ള മറുപടിയാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. എൻ്റെ കൃപ നിനക്ക് മതി എന്നുള്ളത്. പൗലോസിന്റെ ദൈവവേദിയുടെ മഹത്വവും ശ്രേഷ്ഠതയും എത്ര ഉന്നതമായിരുന്നുവെന്ന ലേഖനങ്ങളിലൂടെ നമുക്ക് കാണുന്നുണ്ട്. ഈ ഉന്നതമായ ദൈവവേല ചെയ്യുവാൻ അവനെ ശക്തീകരിച്ചത്, അവന് സാധിച്ചത് ദൈവത്തിന് അനന്തമായ കൃപയായിരുന്നു എന്നും നമുക്കവിടെ കാണാനായിട്ട് കഴിയും. തൻ്റെ പ്രവൃത്തികൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും ഉദ്ദേശങ്ങൾ കൊണ്ടും അദ്ദേഹം ദൈവനാമം മഹത്വപ്പെടുക മാത്രമാണ് ചെയ്തത് എന്ന് ആരോട് പരിഭവം പറയാതെ, ആരോട് പരാതി പറയാതെ, തൻ്റെ ബലഹീനതയിൽ ദുഃഖിക്കാതെ, നിരാശപ്പെടാതെ, വെറുവെറുപ്പാതെ ദൈവസന്നിധിയിൽ ചോദിച്ച മറുപടി വാങ്ങി തൻ്റെ പ്രവർത്തനം തുടർന്നും അദ്ദേഹം ചെയ്തതായിട്ട് ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊന്നും കൂടാതെയാണ് തൻ്റെ ശരീരത്തിൽ ഏൽക്കേണ്ടി വന്ന രോഗത്തോട്, കഷ്ടതയോട് സഹിച്ചു നിൽക്കുവാൻ പലപ്പോഴും അദ്ദേഹത്തിന് പറ്റാതെ വന്നപ്പോഴാണ് ദൈവസന്നിധിയിൽ വന്ന് ചോദിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തതായിട്ടുള്ള ഈ പ്രതിസന്ധി ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയുടെ ശക്തിയാൽ അതിനെ മറികടക്കുവാൻ പൗലോസിന് സാധിച്ചു എന്നുള്ളതാണ് പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്നത്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ പറയുന്നു, വെളിപാടുകളിലെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. അത് എന്നെ വിട്ടു പോകേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തിരിഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. ഇതാണ് പൗലോസിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത്. 12-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. നമ്മളെ അലട്ടുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും രോഗങ്ങളും കഷ്ടതകളും ചെറുതാകട്ടെ വലുതാകട്ടെ ഏതുമാകട്ടെ അതിൽ നിലനിൽക്കുവാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുമ്പോഴാണ് എന്ന് പൗലോസ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുമ്പോൾ, എന്നിൽ ഉടാരമടിക്കുമ്പോൾ, എന്നിൽ നിറയപ്പെടുമ്പോൾ ഈ കഷ്ടതകളെ തരണം ചെയ്യുവാൻ എനിക്ക് സാധിക്കുന്നു. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനായി തീർന്നിരിക്കുന്നു. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനായി തീർന്നിരിക്കുന്നു. കാൽവരി ക്രൂശിൽ ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാൽവരി ക്രൂശിന്റെ ബലഹീന അനുഭവത്തിൽ ക്രിസ്തുവിന്റെ ബലത്തിന്റെ അനുഭവത്തെയും ഒരുമിച്ച് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഭൗതികമായ ഈ ശരീരം അതിൻ്റെ സൗഖ്യമില്ലാതെ ഹൃദയത്തിൽ സന്തോഷത്തോടെ ആയിരിക്കുവാൻ തനിക്ക് സാധിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് അവിടെ പറഞ്ഞു. ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുന്നത് കൊണ്ടാണ് അതിസന്തോഷത്തോടെ ഈ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ബലഹീനതയിൽ നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ ആവസിച്ചാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഈ ബലഹീനത എന്നെ ചില കാര്യത്തിന് പ്രാപ്തനാക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. ഞാൻ ശരീരത്തിൽ അനുഭവിക്കുന്ന ഈ കഷ്ടത, ഈ ബലഹീനത എന്നെ ചില കാര്യങ്ങൾക്ക് പ്രാപ്തനാക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. എന്താണ് ആ കാര്യങ്ങൾ? 2 കാര്യങ്ങളോട് പറയുന്നു. 1, ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാൻ എനിക്ക് സാധിക്കുന്നു. 2, എൻ്റെ മേൽ അധിവസിക്കുന്ന ക്രിസ്തുവിൻ്റെ ശക്തി അതും ഞാൻ അനുഭവിക്കുവാൻ ഇടയാകുന്നു. ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാൻ സാധിക്കുന്നു. എൻ്റെ മേൽ അധിവസിക്കുന്ന ദൈവത്തിൻ്റെ അതിമഹത്തരമായ ശക്തി ഞാൻ അനുഭവിക്കുവാൻ ഇടയാകുന്നു എന്ന് പറയും. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യത്തിൽ
ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും എന്ന് രേഖപ്പെടുത്തി. വെളിപാട് പുസ്തകം 21:3. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും. വെളിപാട് 7:15 പറയുന്നു, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഈ രണ്ട് ഭാഗങ്ങളിലും പറഞ്ഞിരിക്കുന്ന ദൈവികമായ വാസം, അതേ അനുഭവം തന്നെയാണ്, അതേ വാക്ക് തന്നെയാണ് പൗലോസും അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപാട് പുസ്തകത്തിൽ മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചതായിട്ട് അവിടെ പറയുന്നു. പുതിയ യെരൂശലേം എന്ന നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യെരൂശലേമിൽ ദൈവം തൻ്റെ ജനത്തോടുകൂടെ, ഇമ്മാനുവേലായ ദൈവം അവരോട് കൂടെ എന്ന് പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 1:14 വാക്യത്തിൽ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി തീർന്ന യേശു ക്രിസ്തുവിൽ ആയിത്തീരുവാൻ, ഈ വചനത്തെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, ഈ വചനത്തിൽ നിറയുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, ക്രിസ്തു നൽകുന്ന അമിത ബലത്തിലും ശക്തിയിലും നിറയുവാനും ദൈവത്തിൻ്റെ കൃപയിൽ നിറയുവാനും ബലഹീനതകളെ തരണം ചെയ്യുവാനും സാധിക്കുമെന്ന് പൗലോസിൻ്റെ അനുഭവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രസംഗത്തെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ബലഹീനതകൾ ദൈവകൃപ അനുഭവിക്കുന്ന മുഖാന്തരങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറണം. നാം അനുഭവിക്കുന്ന ഏത് ബലഹീനതയും ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്ന മുഖാന്തരങ്ങളായിട്ട് തീരണം. ബലഹീനതകളിൽ ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കുന്ന അനുഭവം, ദൈവിക സാന്നിധ്യത്തിൽ വസിക്കുന്ന അനുഭവം ഉള്ളവരായി നമുക്ക് അനുഭവിക്കുവാൻ ഇടയാണ് എന്ന് ഈ ചിന്ത നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ നാം ഓരോരുത്തരും ബലഹീനരാണ്, വിവിധങ്ങളായ തലങ്ങളിൽ ബലഹീനരാണ്, ദൈവത്തിന് മുൻപിൽ അപൂർണരാണ്. പൂർണ്ണതയുടെ അനുഭവത്തിനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ അനുഭവത്തിൽ നാം നിൽക്കുമ്പോൾ ശാരീരികമായ ബലഹീനത അനുഭവിക്കുന്നവരെ കരുതുവാനും സ്നേഹിപ്പാനും അവരെ അവഗണിക്കാതെ മുന്നോട്ട് പോകുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന ചിന്തയും നമ്മെ ഭരിക്കട്ടെ. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെ നിറയ്ക്കുകയും ശക്തീകരിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്നേഹിക്കുന്ന ദൈവമേ, നല്ല കർത്താവേ, നീ നൽകിയ ദിവ്യ ദർശനത്തിനായിട്ട് നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്റെ മുൻപിൽ അപൂർണരാണ്. എന്നാൽ ഞങ്ങളുടെ ബലഹീനതയിൽ തെളിഞ്ഞു വരുന്ന കൃപ അനുഭവിപ്പാനും ദൈവത്തിൻ്റെ ശക്തി അനുഭവിപ്പാനും ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അപൂർണതകൾ ക്രിസ്തുവിൽ പൂർണ്ണരാക്കി തീർക്കുവാൻ എൻ്റെ വചനത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് ജീവിപ്പാൻ ഇടയാക്കണം. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കൂടെ ഇരിക്കണം, വഴി നടക്കണം. പ്രാർത്ഥനകളുടേതായ സ്തോത്രം ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. നമുക്ക് നമ്മുടെ വിശ്വാസം എന്ന് പറയാം. നിത്യാവിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ ചേർത്ത് നമ്മുടെ സഭയുടെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളും പതിവ് പോലെ നടത്തപ്പെടുന്നുണ്ട്. എന്നാൽ ഓൺലൈൻ മാധ്യമത്തിലൂടെയാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ കൂട്ടായ്മകളിലേക്കൊക്കെ എല്ലാ പ്രിയമുള്ളവരെയും ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച നമ്മൾ ആരാധന എടുക്കുന്നതിനോടൊപ്പം തന്നെ ഓൺലൈൻ
വർഷിപ്പും അതിനുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്നു. ഇന്നത്തെ ദേവാലയം ആരാധനയിലും ഭവനങ്ങളിലും ആരാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സന്തോഷത്തോടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംബന്ധിക്കുന്നതിനുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയും ചെയ്യും. ഇടദിവസങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനകൾ ബുധനാഴ്ച ദിവസം വൈകിട്ട് 7:45 ഓൺലൈൻ പ്രാർത്ഥന ഉണ്ട്. വെള്ളിയാഴ്ച ദിവസം കാലത്ത് 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഞായറാഴ്ച ദിവസം വൈകിട്ട് 6 മണിക്ക് ഓൺലൈൻ പ്രാർത്ഥന ക്രമീകരിച്ചിട്ടുണ്ട്. ഈ 3 പ്രാർത്ഥനകളിലും ദയവായിട്ട് നിങ്ങൾ സംബന്ധിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. അതിൻ്റെ സമയം നോക്കി അതിൻ്റെ ക്രമീകരണങ്ങൾ മനസ്സിലാക്കി ദയവായിട്ട് നിങ്ങൾ അതിൽ സഹകരിക്കണം. ബൈബിൾ സ്റ്റഡിയാണ് ഇതിലൊക്കെ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം ഞാൻ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നു. ഞായറാഴ്ച ദിവസം വൈകിട്ട് 7:30 യൂത്ത് ഫെലോഷിപ്പിന് വേണ്ടി മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്. അതും ബൈബിൾ സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നത്. അതിലും നിങ്ങളുടെ എല്ലാ യുവതിവാക്കളുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ ഓൺലൈൻ മീറ്റിങ്ങുകളിലൊക്കെയും സംബന്ധിക്കുവാൻ പ്രയാസമുണ്ട് എങ്കിൽ പ്രയാസം പലരും നേരിടുന്നുണ്ട് എന്ന് പല നെറ്റ്വർക്ക് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും മറ്റ് സാങ്കേതികമായ സാധ്യതകളില്ലാത്തത് കൊണ്ടും പ്രയാസമുണ്ട് എന്ന് അറിയാമെങ്കിലും കഴിയുന്നവരൊക്കെ കഴിവുള്ളിടത്തോളം ഇതിൽ സംബന്ധിക്കാനായിട്ട് ശ്രമിക്കണമേ എന്ന് ഞാൻ ഓർക്കുന്നു. നമ്മുടെ ഈ വർഷത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ നവംബർ മാസം 2-ാം തീയതി ഞായറാഴ്ച നടത്തപ്പെടുന്നതാണ്. പതിവ് പോലെ നടത്തപ്പെടുന്നതാണ്. നിങ്ങൾ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിനെ അവർക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ് സഭയുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് നമുക്ക് ഒരു പരിധി വരെ പണം ലഭിക്കുന്നതിനുള്ള മാർഗം. അതിന് നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന് സമർപ്പിക്കുവാനുള്ള കവറുകൾ ലഭ്യമാക്കുന്നതാണ്. ദയവായിട്ട് അത് വാങ്ങി അത് തിരികെ നൽകേണ്ടതാണ് എന്ന് ഓർപ്പിക്കുന്നു. കവറുകൾ സമർപ്പിക്കുവാൻ സാധിക്കുന്നവർക്ക് അപ്രകാരം സമർപ്പിക്കാം. ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നവർക്ക് അതും ചെയ്യാവുന്നതാണ് എന്ന് ഓർപ്പിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന, വിലയേറിയ പ്രാർത്ഥന, സഹകരണം ഈ കാര്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഡിസംബർ മാസം 31-ാം തീയതിക്ക് മുൻപായി കുടിശ്ശികകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തണമേ എന്ന് ഓർപ്പിക്കട്ടെ. ഡിസംബർ മാസം ഈ വർഷം അവസാനത്തിന് മുൻപായിട്ട് എന്തെങ്കിലും തരത്തിൽ കുടിശ്ശികകളുണ്ട് എങ്കിൽ അതൊക്കെ ദയവായി തീർക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ഇതുവരെ സഭയെ സാമ്പത്തികമായി സഹകരിച്ച എല്ലാ പ്രിയമുള്ളവർക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ നൽകിയിട്ടുള്ള തുകയുടെ കണക്ക് ലിസ്റ്റ് ഇതിനോടകം തന്നെ വാട്സപ്പായിട്ട് നിങ്ങൾക്ക് അയച്ച് നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അത് പരിശോധിച്ച് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എമൗണ്ട് തെറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദയവായി അറിയിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. അത് കറക്റ്റ് ചെയ്യുവാനും സാധിക്കും. ദയവായിട്ട് നിങ്ങളുടെ സഹകരണം ആ കാര്യത്തിൽ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേ ആഘോഷിച്ചവരുടെ പേര് വിളിക്കുന്നു. അജീഷ് ടി ജോർജ്, ജേക്കബ് ചാണ്ടി, ലെസ്ലി വർഗീസ്, എൻ തോമസ് ഡാനിയൽ, ജീവൻ ജി മാത്യു, സതീഷ് സത്യൻ, മനോജ് ജോൺ ജോർജ്, പ്രിൻസി ഷെറിൻ ജെ, നവീൻ കുര്യൻ, സൂസൻ സജി.
പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ ലോകത്തിൽ നീ നൽകിയതായിട്ടുള്ള എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് എന്നെ സ്തുതിക്കുന്നു. പ്രത്യേകമായിട്ട് കർത്താവെ ആയുസ്സുന്ന അവസരമായ ദാനം ഞങ്ങൾക്ക് ഏവർക്കും നീ നൽകിയതോർത്ത് സ്തോത്രം. വളരെ പ്രതികൂലമായ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ നീ ഞങ്ങളെ ക്ഷേമകരമായി ശ്രേഷ്ഠമായി പുലർത്തുന്ന എൻ്റെ വലിയ നടത്തിപ്പുകൾക്കായിട്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പേര് വിളിച്ച് എല്ലാ പ്രിയമുള്ളവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരെനിക്ക് ആശീർവദിച്ച് അനുഗ്രഹിക്കണം. എൻ്റെ കൃപയുടെ പാത്രങ്ങളായി ലോകത്ത് ജീവിക്കുവാൻ, കർത്താവിൻ്റെ സ്നേഹത്തിന് ചാരകങ്ങളായി ലോകത്ത് നിലനിൽക്കുവാൻ, അനേകർക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുന്ന ജീവിതങ്ങളായി നിൽക്കുവാൻ എൻ്റെ മക്കളെ നീ ഓരോരുത്തരെയും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കണം. കർത്താവെ ആവശ്യങ്ങളെയും കാര്യങ്ങളെയും ഒക്കെ എൻ്റെ മുൻപിൽ സമർപ്പിച്ച് അങ്ങയിൽ നിന്ന് വിടുതലും ആശ്വാസവും സമാധാനവും ഒക്കെ പ്രാപിപ്പാൻ പ്രിയമുള്ളവരെ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്ത് കർത്താവെ വേണ്ടതായിട്ടുള്ള കൃപ, ഓരോ ദിവസം അനുഭവിക്കേണ്ട കൃപ അനുഭവിച്ച് ജീവിക്കുവാൻ, എല്ലാ ബലഹീനതകളെയും കർത്താവെ ദയവുള്ളതാക്കി തീർക്കുന്ന കൃപ അനുഭവിച്ച് ജീവിപ്പാൻ പ്രിയമുള്ളവരെ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കണം. പുതിയ വർഷം ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമാക്കണം. അവരെയും അവരുടെ പ്രിയമുള്ളവരെയും കുടുംബങ്ങളെയും വ്യക്തിജീവിതങ്ങളെയും കർത്താവെ ചുറ്റുപാടുകളെയും ഒക്കെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരിലൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണം. സമർപ്പണത്തിന് സ്വീകരിക്കണം, ആശീർവദിച്ച് അനുഗ്രഹിക്കണം. സമസ്തതായതുകൊണ്ട് പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം വിശേഷിക്കുന്ന ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. തുടർന്ന് നമുക്ക് മധ്യസ്ഥത ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. രണ്ടാമതിലേക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ തുടരാം. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടി, നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടിയും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെ ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാമേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഉത്തരേന്ത്യാ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മർത്തോമാ സഭയുടെ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും BN എന്ന നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോടെ നല്ല മനസ്സാക്ഷിയോടുകൂടെ നല്ല ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെല്ലാ ഭരണാധികാരികൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കോവിഡ് എന്ന മഹാമാരിയിൽ കഷ്ടത അനുഭവിക്കുന്ന രോഗികൾക്ക് വേണ്ടിയും കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും ദുഃഖിതർക്ക് വേണ്ടിയും മരിക്കാറായവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ നമുക്ക് വേണ്ടിയും ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ചിപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാരോടുകൂടെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിന്റെ ആത്മാവ് ശരീരമാകുന്ന സഭയെ മുഴുവൻ ഭരിച്ച് ശുദ്ധീകരിക്കുന്നുവല്ലോ. നിന്റെ വിശുദ്ധ സഭയിൽ എല്ലാ വിധത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കഴിക്കുന്ന അപേക്ഷകളെയും പ്രാർത്ഥനകളെയും കൈക്കൊള്ളണമേ. അതിനുള്ള ഓരോരുത്തരും അവനവന്റെ വിളിയിലും ശുശ്രൂഷയിലും നിന്നെ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന്
ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മുഖാന്തരം കൃപ അരുളണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടി ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും അവരെ അക്കത്തിനംശികളുമാകുന്നുവല്ലോ. വഴിപാടുകളെ സമർപ്പിക്കുമ്പോൾ കൺവെൻഷൻ പാട്ട് ഉത്സവത്തിലെ 166 പാട്ട്, സ്തുതികീർത്തനങ്ങളിൽ 166. Thank you.
അടുക്കിലേക്ക് വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. എന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നേയുള്ളൂ. ഞങ്ങളുടെ ദാനങ്ങളെ നീ കൈക്കൊണ്ട് നിന്റെ ബഹുത്വത്തിനായി ഉപയോഗിക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശവും ഭൂമിയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യ ഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആർദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെടുക്കാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണം അനുഭവിക്കാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിന്റെ പാപങ്ങൾക്കായി ദൃഢമായി പൂർണ്ണമായി മതിയാകുന്നയാകും വഴിപാട് പ്രതിഷ്ഠ കിട്ടുകയും താൻ വീണ്ടും വരുവോളം നിന്റെ വിലയേറെ മരണത്തെ കുറിച്ച് വിടാതെ ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ
കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന നല്ല ശരീരമാകുന്നു, നിന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത്താഴം കഴിഞ്ഞ ശേഷം അപ്രകാരം തന്നെ പാനപാത്രമെടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായിട്ട് ചുരിയപ്പെടുന്ന പുതിയ നിയമത്തിൻ്റെ രക്തമാകുന്നു. നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവന്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായ ഇതിനെ ചെയ്യുന്നു. ശരീരത്തിന്റെ കൂട്ടായ്മയും വാഴ്ത്തുന്ന പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് നിങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവൻ യോജിക്കപ്പെട്ട ഞങ്ങളെല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മെശിഹ എന്ന തലയാകുന്നവങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവനോടുകൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കിടന്നാതെ പുസ്തകങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. കർത്തൃമേശയോട് നാം അടുത്ത് വരുന്നത് അതിനു മുൻപായി ഒരു നിമിഷം നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ ഹൃദയത്തെ ഉയർത്താം. ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ, ക്രിസ്തുവിലായിത്തീരുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കേണ്ടതിന് ദൈവകൃപയും കരുണയും യാചിച്ചുകൊണ്ട് ഈ വിശുദ്ധ മർമ്മങ്ങളെ സ്വീകരിപ്പാൻ, ശരിയായും ക്രമമായി സ്വീകരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം.
നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്റെ പലവിധമായ വലിയ കർമ്മങ്ങളല്ലാതെ
ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ സക്രമ വിശ്വാസത്താൽ കൈകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ വാത്സല്യത്തിനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനായ Studium Mother Cloud,
പ്രസാദം കൈക്കൊള്ളുവിൻ. സകല ബുദ്ധിയെയും കവിന ദൈവസമാധാനം ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന് അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടി ഇരിക്കട്ടെ.
അങ്ങയുടെ ആടുകളായ ഞങ്ങൾക്ക് നീ നൽകിയ അവസരത്തിന് നന്ദിയോട് നിന്നെ വാഴ്ത്തുന്നു. നിന്റെ ജനമായി നീ നിങ്ങളെ വിളിച്ച് വേർതിരിച്ച് ഈ ലോകയാത്രയിൽ നടത്തുന്നത് ഓർത്ത് സ്തോത്രം. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മധ്യത്തിലും കർത്താവേ നീ നല്ലവനായി ഞങ്ങളോട് കൂടിയിരുന്ന് നന്മ നൽകി ഞങ്ങളെ പരിപാലിക്കുന്ന എൻ്റെ വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഹൃദയപൂർവ്വം സമർപ്പിച്ച ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും കർത്താവെ നീ കേൾക്കുകയും ഞങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്നത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പൂർണ്ണതയുള്ളവരായി തീരുവാൻ ദൈവത്തിലേക്ക് യേശു ക്രിസ്തുവിലൂടെ കർത്താവെ കടന്ന് ചെല്ലുവാൻ കർത്താവെ നിന്റെ വചനത്തിലൂടെ ദിനത്തോറും ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തോട് നീ സംസാരിച്ചു കൊണ്ടിരിക്കണം. നിങ്ങൾ എവിടെയായിരുന്നാലും എൻ്റെ സംരക്ഷണയുടെ കീഴിൽ കർത്താവ് ഞങ്ങളെ മറച്ചു വേണമേ. വീണ്ടും ഈ ആലയത്തിൽ കടന്നു വന്ന് നമ്മെ ആരാധിക്കുന്ന ഈ നിമിഷം വരെയും ഞങ്ങളെ നീ സൂക്ഷിക്കണം. സമസ്തത്തിൻ്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കട്ടെ. പ്രാർത്ഥനകടനായി സ്തോത്രം ക്രിസ്തുയേശുവിന്റെ സ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.